2 കാര്യങ്ങൾ ഈ ഓയിൽ സീൽ മാറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പതിൻ്റെ ലക്ഷണങ്ങൾ. അത് മെയിനായിട്ട് ടെക്നിക്കൽ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നമ്മൾ ഒരു റിപ്പയറിങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ചില സംശയങ്ങൾ ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച സംശയങ്ങളിൽ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചത് ഈ ഓയിൽ, എഞ്ചിൻ്റെ ബാക്കിൽ കൂടി ഓയിൽ ഒലിച്ച് വരുന്നതിനെ കുറിച്ച്, അതും 2 സ്റ്റോക്ക്. അത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട്, അപ്പം അത് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഓയിൽ വന്നത്, ചില മെഷീനുകൾക്ക് എൻജിൻ പണി വന്നു, അതായത് ഈ പിസ്റ്റൺ പിടിച്ചത് സ്പീഡ് കിട്ടാത്ത ഒരവസ്ഥ, അതായത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ സെക്ഷൻ കുറയുന്നതുകൊണ്ട് എണ്ണ വലിക്കാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ആയിട്ട് കൂടുതലായിട്ടും വന്നത് ഇതായിരുന്നു, ഇത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്. അപ്പം ഈ നമ്മളിപ്പോൾ എന്ത് പറയാൻ പോകുന്നത്, ഈ ഓയിൽ സീല് മാറ്റുന്നതിനെ കുറിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഓവറായിട്ട് ലീക്കായി പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആദ്യം 1-2 കാര്യങ്ങൾ ഈ ഓയിൽ സീൽ മാറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പതിൻ്റെ ലക്ഷണങ്ങൾ. അത് മെയിനായിട്ട് ഈ ഭാഗത്ത് ഇതുവരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതിപ്പം ഓയിൽ സീൽ പോയ ഒരു ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ താഴത്തുകൂടി ഈ ഗാസ്കറ്റ് ക്ലിയർ അല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഓയിൽ ഉണ്ടാവുക. ഇതൊരു പക്ഷേ അതല്ല, ഇവിടെ നേരെ താഴെയാണ്. ഈ താഴെ ഭാഗത്തു കൂടി ഓയിൽ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഒന്ന് നമ്മുടെ ഓയിൽ ഇതിലുള്ള, അതായത് ഫ്യൂവല് കത്തിയിട്ട് പുക വരുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി കുറച്ച് ഓയിൽ വരും, അതും കംപ്ലൈൻ്റാണ്. ഇവിടെ ഈ ഭാഗം കൂടുതലായിട്ട് തന്നെ ഈ ഭാഗത്തു കൂടെ ഒക്കെ ഓയിലുണ്ട്. അപ്പോൾ ഇതിലൊരു പുക വരുന്ന സമയത്ത് ഇത്രത്തോളം ഒന്നും ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം ഓയിൽ സീൽ പോയിട്ടുണ്ടെന്നാണ്. നമ്മൾ ഫ്യൂവലിൽ ഒഴിക്കുന്ന ഓയിൽ ഇവിടെ തന്നെ ഈ പിസ്റ്റനെ ഒരു ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശരിക്കും ഓയിൽ. ഈ ഓയിൽ സീല് അത് വെച്ച് ലൂസായി കഴിഞ്ഞ് തേയ്മാനം സംഭവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തേക്ക് വരും. ഇതുപോലെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രാങ്കിലുള്ള ബയറിങ്ങുകൾ, അതുപോലെ തന്നെ ക്രാങ്ക് സെറ്റ് മുഴുവനായിട്ട് മേളിൽ പിസ്റ്റൺ റിങ്സ്, സിലിണ്ടർ, ഇതിന് കംപ്ലീറ്റ് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് വരും. ഇത് നിന്ന് പോകാൻ തന്നെ സാധ്യതയുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ എത്ര ഓയിൽ ഒഴിച്ചാലും കൂടുതലായിട്ട്, അതായത് 40 മില്ലി ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ 40 മില്ലിയും മൊത്തത്തിൽ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എൻജിൻ കേടായി പോകും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഓയിൽ ഒഴിക്കുന്ന, അതായത് കൂടുതൽ ഈ ഭാഗത്തല്ല, ഇതിൻ്റെ ചുറ്റിനും, ഈ ബാക്കിൽ നമ്മൾ ഈ സ്റ്റാർട്ടാക്കുന്ന ഈ റീകോയിൽ ഇതിൻ്റെ താഴെയാണ് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മളെ എൻജിൻ പണി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജ് കിട്ടില്ല. പിന്നെയുള്ള പ്രശ്നം, എങ്ങനെ സ്റ്റാർട്ടാക്കിയാലും സ്റ്റാർട്ടാവും, പക്ഷേ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതായത് ഈ ഓയിൽ സീൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്ത് സംഭവിക്കും, നമ്മളെ ബയറിങ്ങിന് പോലും അത് പ്രശ്നമാണ്. ബയറിങ് പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് വന്നിട്ട് കറക്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അല്ലാതെ, സീല് പോകുന്ന സമയത്ത് ഓയിൽ പോകുന്ന സമയത്ത് കറക്റ്റിലല്ലാതെ ബയറിങ് പോകുമെന്ന് പറഞ്ഞു. ബയറിങ് പോകുന്ന സമയത്ത് നമ്മളെ ഈ ഫ്ലൈ വീല് കറക്റ്റായി കറങ്ങാതെ കറണ്ട് എത്താതെ, അതായത് സ്പാർക്ക് കറക്റ്റായിട്ട് വരാനും ഒരു അലൈൻമെൻറ്റിനും മാറ്റമുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് സ്പാർക്കും വരില്ല. അങ്ങനെ ടോട്ടലായിട്ട് ഈ ഒരു ഓയിൽ സീലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മൈലേജ് പോലെ കുറയൽ, അതുപോലെ തന്നെ എഞ്ചിന് മൊത്തത്തിൽ കേടുവരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് മാറ്റുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് ഭാഗത്ത് ആണ് കൂടുതലായിട്ട് ഓയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ സീൽ പോയത് തന്നെയാണ്. അപ്പോൾ ഓയിൽ സീൽ മാറ്റേണ്ട വിധം കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം നമ്മൾ ആ സ്റ്റാർട്ടിങ് പുള്ളി അവിടുന്ന് അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതേപോലെ കാണുന്ന ഈ ക്രാങ്ക് ഷാഫ്റ്റാണ് ഇതിൻ്റെ ഭാഗത്ത് കാണുന്നത്, അതിലാണ് ഈ ഓയിൽ സീലുള്ളത്. അപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ സൈഡ് ഭാഗത്ത് തേഞ്ഞതായിട്ടും ചെറിയ ഒരു നൂൽക്കനത്തിൽ ലൂസായി കിടക്കുന്നതും. ഇതിൻ്റെ ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. അതിന് കാരണം ബയറിങ് പോയതാണ്. അപ്പോൾ ബയറിങ് പോയത് റിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുമിച്ച് കാണിച്ചു തരുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് ക്ലിയറാക്കി നോക്കിയപ്പം ബയറിങ്ങും അതേപോലെ തന്നെ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു പഴയ മെഷീൻ വന്നതാണ്.
കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന സമയത്ത് അനങ്ങുന്നുണ്ട്. ശരിക്കും അങ്ങനെ അനങ്ങാൻ പാടില്ല. അനങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വരും. ഇതാണ് പഴയ ഓയിൽസീൽ, ഇത് പുതിയതും. ഇനി നമുക്ക് പുതിയത് അതിലേക്ക് ഇട്ട് നോക്കാം. ഇത് ഈ മെഷീനിൽ പഴക്കമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പുള്ളി, അതായത് നമ്മൾ ഓയിൽസീൽ വെക്കുന്ന ഭാഗം കൂടുതലായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. 10-12 വർഷം പഴക്കമുള്ളതാണെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് സീലാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തത്, സാധാരണഗതിയിൽ ചെയ്യാത്തതാണ്, ഈ ഓയിൽ സീലിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു പശ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതേപോലുള്ള ലിക്വിഡ് ഫോമിലുള്ള ഒരു പശ ഇട്ടിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ഇല്ല, ഇങ്ങനെ ഒരു വർക്ക് ഈ ഓയിൽ സീൽ ചെയ്യുന്നതിലില്ല. ഓയിൽ സീൽ പോയി കഴിഞ്ഞ് ലീക്കാണെങ്കിൽ അത് എന്തെങ്കിലും ഉപയോഗിച്ച് തോണ്ടി പുറത്തേക്ക് എടുത്തതിന് ശേഷം പുതിയതൊന്ന് കറക്റ്റാക്കി ടൈറ്റാക്കി വെക്കുക ചെയ്യാം. അങ്ങനെ ടൈറ്റ് ആവാറുണ്ട്, പക്ഷേ ഇതിൽ ടൈറ്റ് ആയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ്, ഒരുപാട് കാലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ റബ്ബർ ബുഷ് ആണെങ്കിൽ പോലും അത് തട്ടിയാലും മെറ്റൽ ഭാഗം തേഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഞങ്ങൾ പശ ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കയ്യിലാകാതെ കുറേയൊക്കെ ശ്രമിച്ച് നോക്കി, പക്ഷേ എന്നാലും കയ്യെ കുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് തന്നെ ഞങ്ങൾ വെച്ചു. അതിനുള്ളിൽ വെക്കുന്ന സമയത്ത് ടൈറ്റായി ആ പശ ഉള്ളത് കൊണ്ടാണ്. പിന്നെ വീണ്ടും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പശയാക്കി. ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, വർക്ക് ചെയ്യുന്ന ആളുകളും കറക്റ്റായിട്ട് വർക്ക് അറിയുന്ന ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ട്, ഒട്ടും അറിയാത്ത ആളുകളും കാണുന്നുണ്ട്. അപ്പം അറിയുന്ന ആളുകൾക്ക് ഇതറിയാം, ഇതിട്ടതിൻ്റെ കാരണം എന്തായിരിക്കുന്നു. പക്ഷെ അറിയാത്ത ആളുകൾ ഇങ്ങനെ പശ ഇടാൻ നിൽക്കണ്ട. ഏതാണ്ട് പുതിയ മെഷീനാണെങ്കിൽ പശേൻ്റെ ഒന്നും ആവശ്യമില്ല. ഓയിൽസിൽ കറക്റ്റായിട്ട് അതിൽ ലോക്കായി നിൽക്കും. പിന്നീട് നമ്മൾ ഈ ഗാസ്കറ്റും അങ്ങനെയുള്ള ഇതൊക്കെ ഒട്ടിക്കുന്ന അതേ പശയും അതിൻ്റെ മുകളിൽ കൂടി തേച്ച് കൊടുത്തിട്ടാണ് ഞങ്ങളത് ഫിറ്റ് ചെയ്തത്. സ്റ്റാർട്ടിങ് പുള്ളി പിന്നെ ഫിറ്റ് ചെയ്തത് ഇതുപോലെ കറക്റ്റായിട്ട് തേച്ച് കൊടുത്തു. ലൂസായിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗം. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇട്ട് നോക്കുമ്പോൾ പുറത്തേക്ക് തന്നെ ചാടുക. എനിക്ക് തോന്നുന്നത് ആ ഭാഗം തന്നെ മാറ്റാനായിട്ടുണ്ട് എന്നാണ്. പിന്നെ അതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ പിസ്റ്റൺ സ്റ്റാർട്ടിങ് പുള്ളി അവിടെ തിരിച്ച് അതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്ത് കറക്റ്റായി. അതിൽ പിന്നെ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ തിരിച്ച് നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് പിന്നെ സ്റ്റാർട്ടർ അതുപോലെ തന്നെ ഞങ്ങൾ ഫിറ്റ് ചെയ്തു. സ്റ്റാർട്ടർ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഒന്ന് വലിച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ, അതായത് ഇത്രയും സമയം എടുത്താൽ മതി എന്നുള്ളതാണ് വാസ്തവം. ലീക്കായി വരുന്ന ഓയിൽ കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മിസ്സിങ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രശ്നവുമില്ല, കറക്റ്റായിട്ട് വർക്ക് സക്സസ്സായി. അപ്പോൾ ഓയിൽ സീൽ മാറ്റാനുള്ളത് വർക്ക് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ എടുത്ത വീഡിയോ ഇങ്ങനെയാണെങ്കിലും നേരിട്ട് ഒരു വീഡിയോ എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്തത് കണ്ടു മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് നല്ലപോലെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഈ വർക്ക് ചെയ്ത് ഇത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇതുവരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുവരെ ബൈ.